ഹായ് ഹലോ നമസ്കാരം അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. നമ്മുടെ വീട്ടിലെ സ്ഥിരം ശല്യക്കാരായ പല്ലി, പാറ്റ, കൊതുക്, ഈച്ച, എലി എന്നിവയെല്ലാം തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ടിപ്സുകളാണ് കേട്ടോ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ 3 തരം ടിപ്സുകൾ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ ഒന്ന് നോക്കിയാലോ. ഒട്ടും തന്നെ സമയം കളയണ്ട, നമുക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായിട്ടൊന്ന് കണ്ടു വെക്കാം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ആദ്യത്തെ ടിപ്പെന്ന് പറയുന്നത് വെളുത്തുള്ളി അല്ലി ഉപയോഗിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ സ്ഥിരം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ ഒന്ന് തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല കുനുകുനാന്ന് തന്നെ ഞാനിവിടെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഇത് ഇടികല്ലിൽ വെച്ചൊന്ന് ചതച്ച് എടുത്താലും മതിയാകും. പക്ഷേ ഇത് അരിഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പശയൊക്കെ നന്നായിട്ട് ഇളകി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി എണ്ണം കൂട്ടാൻ കേട്ടോ. എത്ര ഉപയോഗിക്കുന്നു അത്രയും കോൺസെൻട്രേറ്റഡ് ആയിട്ട് നമുക്ക് വെള്ളം കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാനൊരു ബൗളിലേക്ക്, ചെറിയ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്തൊരു പാത്രത്തിലേക്കായാലും മാറ്റി കൊടുത്താൽ മതിയാവും. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ. ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു വെളുത്തുള്ളിയുടെ അളവിനാണ് ഞാൻ 1 കപ്പോളം ചൂടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് ഞാൻ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജിഫിൻ്റെ ക്രീം ഉണ്ടല്ലോ, അതൊരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ അതാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ജിഫിൻ്റെ ക്രീമും അതുപോലെ വെളുത്തുള്ളിയുടെ ആ ഒരു മൊത്തം എസൻസും ആ ഒരു വെള്ളത്തിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത്. ഒരു 30 മിനിറ്റോളം കഴിയുന്ന സമയത്ത് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നതാണ്. ആ ഒരു വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു കോൺസെൻട്രേറ്റഡ് വെള്ളം നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിത് 20 മുതൽ 30 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു പഴയ ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ അതൊരു സ്പൂണോളം ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതിയാകും കേട്ടോ. ഇനി അത് 1 സ്പൂണോളം ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ്. അപ്പോൾ അത് 1 സ്പൂണിൻ്റെ അളവിന് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്വാണ്ടിറ്റി കുറച്ചാണ് ഞാനിത് കാണിക്കുന്നത്. 1 സ്പൂൺ അളവിന് സോപ്പ് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പാറ്റയുടെ ശല്യം അധികമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പലയിടങ്ങളിലായിട്ട് ഇത് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗാർലിക് പൗഡറാണ് കേട്ടോ. ഞാനിത് ഗാർലിക് പൗഡർ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ഓൾറെഡി 2 തരത്തിൽ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നതും നേരിട്ട് സൺലൈറ്റിൽ ഡ്രൈ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതും കേട്ടോ. അത് ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഗാർലിക് പൗഡർ. അപ്പോൾ അത് കൂടി ചേർക്കുന്നുണ്ട്. 1 സ്പൂണിന് അളവിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ഗാർലിക് പൗഡർ ഉണ്ടാക്കുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കണക്കിന് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയാണ് മെയിനായിട്ട് ഇത് പാറ്റകളെയൊക്കെ ഒന്ന് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ട് പൗഡർ രൂപത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് സ്പൂണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ സ്പൂണിൽ വെള്ളമൊന്നുമില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. കാരണം ഇതൊരു ഡ്രൈ പൗഡർ മിക്സാണ്. അപ്പോൾ നമുക്കിത് എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി നാൾ ഇത് യൂസ് ചെയ്യാം. പാറ്റകളുടെ ശല്യത്തിനനുസരിച്ചിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ.
കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ അലൂമിനിയം ഫോയിലിലേക്ക് നമുക്കിതൊന്ന് പാക്ക് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാറ്റകളുള്ള സ്ഥലത്തേക്ക് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ സ്ഥലമൊന്നും ചീത്തയാകാതെ തന്നെ അല്ലെങ്കിൽ പൗഡർ സ്പ്രെഡായിട്ട് നമുക്ക് എപ്പോഴും ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നും വരില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് എവിടെയാണോ ശല്യം ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു ബൗളിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് അത് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കുക്കിംഗ് റേഞ്ചിൻ്റെയോ ഫ്രിഡ്ജിൻ്റെയൊക്കെ അടിയിൽ ഇതുപോലെ ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കാർഡ് ബോർഡിൽ കുറച്ചെടുത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി വാഷിംഗ് മെഷീൻ്റെ അടിയിൽ കബോർഡിൻ്റെ ഉള്ളിൽ എല്ലാം നമുക്കിതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ ഈ ഒരു ടിപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ, അത് ഒരു ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു എസൻസൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് അരിച്ചു മാറ്റി ആ വെള്ളമാണ് നമുക്ക് വേണ്ടത്. ആ വെള്ളം ഞാനൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. പാറ്റകളും ഈച്ചകളൊക്കെ വരുന്ന സ്ഥിരം തറകളിലൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സൊല്യൂഷനാണ്. നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ ആ ഒരു രൂക്ഷഗന്ധം തന്നെ നമുക്ക് പാറ്റകളെ തുരത്തി ഓടിക്കാൻ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ള ഒന്ന് തന്നെയാണ് കേട്ടോ. രണ്ടാമത് കാണിച്ചിട്ടുള്ള ഒരു പൗഡറിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് പഞ്ചസാര ഉപയോഗിച്ച് നമുക്ക് പാറ്റിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല അതിൽ ഉപയോഗിച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ പാറ്റകളുടെയൊക്കെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അവയൊക്കെ തുരത്തി ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പം ഞാനിവിടെ ഗാർലിക് സൊല്യൂഷൻ കർട്ടൻ്റെ അടിയിലൊക്കെ പല്ലികളൊക്കെ മെയിനായിട്ട് കാണപ്പെടുന്നത് കർട്ടൻ്റെ ആ ഒരു ബാക്ക് സൈഡിലൊക്കെ അല്ലേ. അപ്പം അങ്ങനെയുള്ളിടത്തൊക്കെ നമുക്ക് ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ പല്ലികളൊന്നും കാണത്തില്ല. പാറ്റകളുടെ ശല്യമായാലും ഇതെല്ലാം നമുക്ക് ഒത്തിരി പാറ്റകളുടെ ശല്യം ഉള്ളിടത്തൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പാറ്റകളെ മഷിയിട്ട് നോക്കിയാലും കാണാൻ കഴിയില്ല കേട്ടോ. ഇനി അതുപോലെ തന്നെ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലും ഇതുപോലെ സ്പൂണിൽ വെള്ളം എടുത്തിട്ട് ആ ഒരു ഗാർലിക് സൊല്യൂഷൻ എടുത്തിട്ട് ഇതുപോലെ തറയിലും ടൈലിലൊക്കെ ഉണ്ടാകുന്ന വിടവുകളൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ നമുക്കിതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു വിടവിൽ കൂടിയൊക്കെ പാറ്റയുടെ സഞ്ചാരമൊക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ. ഇനി അടുത്തതായിട്ട് സ്ഥിരം ശല്യക്കാരായിട്ടുള്ള കൊതുകുകളെയും ഈച്ചകളെയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ളൊരു നല്ലൊരു കിടിലൻ ടിപ്പാണ് കേട്ടോ പറയുന്നത്. അപ്പം ഞാനൊരു ബൗളിലേക്ക് ഒരു 5-10 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അത് പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ, അതിൽ ഓൾറെഡി നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് പഞ്ചസാര എക്സ്ട്രാ ചേർക്കണം എന്നില്ല കേട്ടോ. ആ ഒരു പൗഡർ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ആ പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കണക്കിന് ആപ്പിൾ സിഡർ വിനെഗറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബേക്കിംഗ് പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത് നുരഞ്ഞ് പൊന്തുന്ന ഒരു എഫക്റ്റ് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 40 മുതൽ 50 ml വരെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ ഒരു വെള്ളം നമുക്ക് ഒന്നില്ലെങ്കിൽ അരിച്ച് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കൊതുകുകളും ഈച്ചകളും പാറ്റകളൊക്കെ കൂടുതലായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലാതെ ഇതുപോലെ നേരിട്ടും ഇനി ചെറിയ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ്, ബാത്റൂം, അതുപോലെ കുക്കിംഗ് റേഞ്ചിൻ്റെ അവിടെയൊക്കെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കീടങ്ങളുടെ ശല്യങ്ങളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ മൂന്നാമത്തെ ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ച 3 ടിപ്സും നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പാറ്റശല്യമുള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൊല്യൂഷൻസും പൗഡറൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ട്രൈ ആക്കി നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.